ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്ന് ചെമ്മീൻ നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ചെമ്മീൻ്റെ തലയും മാംസവും ഒക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലൊരു പരന്ന പാത്രത്തിലാണ് ഞാനിവിടെ ചെമ്മീൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് നമുക്ക് ചെമ്മീൻ്റെ ഒരു ഭാഗത്ത് നമുക്ക് അതിൻ്റെ വേസ്റ്റ് ഇടാനും അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് നമുക്ക് ചെമ്മീൻ വെച്ചിട്ടും ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ എല്ലാം കൂടെ കുമിഞ്ഞ് കിടന്നിട്ട് നമുക്കത് വൃത്തിയാക്കി എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്യുന്ന സമയത്തും ഇതുപോലെ ഒരു പരന്ന പാത്രത്തിലോ പേപ്പറിലോ ന്യൂസ് പേപ്പറിലോ എന്തിനെങ്കിലും വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് വൃത്തിയായി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ചെമ്മീൻ്റെ തലഭാഗമാണ് ആദ്യം നുള്ളി എടുക്കേണ്ടത്. അതിനുശേഷം നമ്മളുടെ ആ ചെമ്മീൻ്റെ വാൽഭാഗത്ത് പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ ആ പുറത്തുള്ള തോട് ഇളകി പോരുന്നതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ കൈ കൊണ്ടിട്ട് ഇതുപോലെ നുള്ളി എടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിന് തന്നെ ആ തോട് ഇളകി വരുന്നതായിരിക്കും. പിന്നെ ഇത് കടൽ കൊഞ്ചാണ് കേട്ടോ, അതുകൊണ്ടാണ് ചുമന്ന നിറത്തിലിരിക്കുന്നത്. അതുപോലെ തന്നെ കായൽ കൊഞ്ചാന്നുണ്ടെങ്കിൽ ഈ ചെമ്മീൻ്റെ ഈ മുതുകിൻ്റെ ഭാഗമില്ലേ, അതുപോലെ ഈ അവിടെ ഒരു കറുത്ത നൂല് പോലെ ഉണ്ടാവും. അത് പ്രത്യേകം എടുത്തു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് എടുത്തു കൊടുക്കാനായിട്ട് ഈ തലഭാഗവും വാൽഭാഗവും നുള്ളി എടുത്തതിന് ശേഷം ആ പുറത്തുള്ള തോടും കൂടെ നീക്കം ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പിച്ചാത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അന്നേരം അവിടെ ഒരു കറുത്ത നൂല് പോലെ ഇങ്ങനെ ഉണ്ടാവും. അതിങ്ങനെ ഊരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു നൂലില്ല, ഈ ഒരു ചെമ്മീനിൽ അതില്ല. അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. അപ്പം നിങ്ങൾ മേടിക്കുന്ന ചെമ്മീനിൽ ചില ചെമ്മീനിൽ കാണാറുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ആ കറുത്ത നൂല് പോലുള്ള ആ ഒരു ഭാഗം എടുത്തു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ തല ക്ലീൻ ചെയ്യാനായിട്ട് ഒരു കത്രിക എടുത്തിട്ടുണ്ട്. കത്രിക കൊണ്ടിട്ട് അതിൻ്റെ ആ ഒരു കൊമ്പില്ലേ, ആ കണ്ണിൻ്റെ ഭാഗത്തുള്ള കൊമ്പൊക്കെ അങ്ങ് വെട്ടിക്കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ആ ചിറക്, ആ കട്ടിയുള്ള തോട് പോലുള്ള ഭാഗം വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊളിച്ചു കൊടുത്തതിന് ശേഷം ആ തലയുടെ മുകൾ ഭാഗത്താണ് അതിൻ്റെ ഒരു ചെറിയൊരു വേസ്റ്റ് പോലെ ഉണ്ടാവും. അതൊന്ന് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നുള്ളി എടുത്തതിന് ശേഷം അങ്ങനെ എടുക്കാവുന്നതാണ്. തോടോട് കൂടിയിട്ട് വേണമെങ്കിലും തോടോട് കൂടിയിട്ടും എടുക്കാം. യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. നല്ലതുപോലെ കഴുകി എടുത്താലും മതി. ആ തോട് ഇങ്ങനെ ജസ്റ്റ് ആ മുകൾ ഭാഗം കത്രിക കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ തലഭാഗത്തുള്ള ആ ഒരു വേസ്റ്റ് നഖം കൊണ്ടിട്ട് നീക്കം ചെയ്തതിന് ശേഷം അതൊന്ന് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ. ദാണ്ടെ ഇതുപോലാണ്. അപ്പോൾ ഇങ്ങനെ ദാണ്ടെ ഈ നഖം കൊണ്ടിട്ട് ഇങ്ങനെ എടുത്തു കൊടുത്താലും മതി. എന്നിട്ട് കത്രിക കൊണ്ടിട്ട് ആ ഒരു കണ്ണും കണ്ണിൻ്റെ ഭാഗത്തുള്ള ആ ഒരു കൊമ്പും ഒക്കെ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അത് കഴിക്കുന്ന സമയത്ത് നമുക്ക് വായയിലൊക്കെ കുത്താനൊക്കെ കൊണ്ട് കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഇനി അതിന് ശേഷം ഇതുപോലെയാണ് കേട്ടോ കൊഞ്ച്. വീണ്ടും ഞാനിങ്ങനെ ക്ലീൻ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഈ കൊഞ്ചിൻ്റെ തല നമുക്ക് വെറുതെ കളയണ്ട. അത് കൊണ്ടിട്ട് നല്ലപോലെ വൃത്തിയാക്കി കഴുകിയെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ കൊഞ്ചിൻ്റെ തല മാത്രം ഇട്ടിട്ട് തീയൽ വെച്ച് കഴിക്കുന്നവരുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരില്ല. അതുകൊണ്ട് തന്നെ ഇത് വലിയ തലയായതുകൊണ്ടാണ് ഞാനിത് എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കൊഞ്ച് മേടിക്കുന്ന സമയത്ത് ഇതുപോലെ വലിയ തലയുള്ള കൊഞ്ച് കിട്ടുകയെന്നുണ്ടെങ്കിൽ തലഭാഗം നിങ്ങൾ കളയണ്ട. ഇതുപോലെ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് കഴുകി കൊടുത്താൽ മതി. അതുപോലെ ദാണ്ടെ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുകയാണ്. ഈ കത്രിക വെച്ചിട്ട് തന്നെ അതിൻ്റെ ആ മോൾ ഭാഗവും കട്ട് ചെയ്ത് ആ തോട് പൊളിച്ചിട്ട് കണ്ടോ, ആ ഒരു കറുത്ത വേസ്റ്റ് അങ്ങ് മാറ്റി കൊടുക്കുക. നഖം വെച്ചിട്ട് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. വലിയ പാടൊന്നുമില്ല. ഇങ്ങനെ എടുത്തതിന് ശേഷം അതിൻ്റെ ആ കത്രിക വെച്ചിട്ട് തന്നെ ആ കൊമ്പും വാലും എല്ലാം അതുപോലെ മുറിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം അവസാനം ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതി. അതുപോലെ തന്നെ കൊഞ്ചിൻ്റെ മാംസവും ദാണ്ടെ ഇതുപോലെ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തലഭാഗത്ത് ചെറിയ കുറച്ച് മൺതരികളൊക്കെ ഉണ്ടാവും. അത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നല്ലതുപോലെ തലയും മാംസവും എല്ലാം നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൊഞ്ച് തീരെയും ക്ലീൻ ചെയ്യാൻ അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഇതുപോലെ ഇവിടെ നീറ്റായിട്ട് നമുക്ക് അത് പൊളിച്ച് മാറ്റി കൊടുത്തതിന് ശേഷം നന്നായിട്ട് 5-6 പ്രാവശ്യം കഴുകിയെടുത്താലും മതി. കൊഞ്ച് കൊണ്ടിട്ട് നമുക്ക് എന്ത് വിഭവം ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ തലയൊന്നും ആരും തന്നെ വെറുതെ കളയണ്ട. നമുക്ക് തീയൽ വെക്കാം. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.